بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. മുഅ്മിനീങ്ങളെ, സർവശക്തനായ അള്ളാഹു നമ്മെ എല്ലാ അർത്ഥത്തിലും കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ചേർക്കട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പുണ്യകർമ്മമാണ് ദാനധർമ്മം എന്നുള്ളത്. സദഖ എന്ന് പറയലാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അതിന്റെ എല്ലാ പരിഗണനയും മനസ്സിന്റെ അകത്ത് തോന്നാൻ ഏറ്റവും എളുപ്പം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സദഖ എന്ന് പറയുന്ന പുണ്യകർമ്മം നിറഞ്ഞു നിന്നിരുന്നു. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സദഖ എന്നത് പണം കൊണ്ട് മാത്രം സാധ്യമാകുന്ന ഒരു സൽക്കർമ്മമല്ല. പണം ഇല്ലാതെയും സാധ്യമാകുന്ന, നമുക്ക് ചെയ്യാൻ കഴിയുന്ന ധാരാളം വഴികൾ പരിശുദ്ധ മതം നമ്മുടെ മുന്നിൽ വെച്ചിട്ടുള്ള ഒരു പുണ്യകർമ്മം. അത് ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുന്ന സിസ്റ്റമല്ല. ഭൂമിയിൽ ആ സൽക്കർമ്മം നിലനിൽക്കണം. സാമ്പത്തികമായും അല്ലാതെയും ഉള്ളവനും ഇല്ലാത്തവനും എല്ലാവരും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു പുണ്യകർമ്മം, ഈ ഭൂമിയുടെ അനുഗ്രഹമാണ് ആ പുണ്യകർമ്മം, ദാനധർമ്മം എന്ന മഹാകർമ്മം. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ആ പുണ്യകർമ്മത്തിലൂടെ സ്വർഗത്തിലെത്താനുള്ള ഭാഗ്യം നൽകട്ടെ എന്ന് ഒരിക്കൽ കൂടി ദുആ ചെയ്യുകയാണ്. പലപ്പോഴും നമ്മളിൽ പലർക്കും ഉള്ളൊരു പ്രശ്നമാണ്, ഞാൻ കൊടുക്കുന്നത് കുറഞ്ഞതാണ്, അതുകൊണ്ട് അത് ആരിൽ അറിഞ്ഞ മോശമാണല്ലോ, അല്ലെങ്കിൽ അത് സ്വീകരിക്കുന്ന ആള് എന്ത് വിചാരിക്കും എന്ന്. നമ്മുടെ മുന്നിൽ സ്വതക്കയുടെ സന്ദർഭം വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള യാതൊരുവിധ കോംപ്ലക്സും പാടില്ല എന്നുള്ളതാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഒരു സംഭവം നോക്കൂ, മഹ്ദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ചെയ്തത്. മഹ്ദി അവരുടെ വീട്ടിലേക്ക് ഒരു സഹോദരി അവരുടെ 2 കുട്ടികളുമായി വരാണ്. 2 പെൺകുട്ടികളാണ് വന്നത്. തസ്അലു, എന്തെങ്കിലും തരണേ എന്ന് ചോദിച്ചാ വന്നത്. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെ യാചന രൂപേണ ഒരു സഹോദരി 2 കുഞ്ഞു പെൺകുട്ടികളായിട്ട് വന്നിരിക്കുകയാണ്. മഹ്ദി അവர்கள் പറയാണ്, ഞാൻ വീട്ടിൽ പരതി നോക്കി അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫലം തജിദ് ഇൻദി ഷൈഅൻ ഗൈറ തംറ, ഒരു കാരക്ക മാത്രമാണ് എനിക്ക് കിട്ടിയുള്ളൂ. ഒരു ഈത്തപ്പഴം മാത്രമേ എന്റെ വീട്ടിലുണ്ടായുള്ളൂ, വേറെ ഒന്നും ഉണ്ടായില്ല. ഇത് ഞാൻ എങ്ങനെയപ്പോ അവർക്ക് കൊടുക്കാന്ന് ഞാൻ ചിന്തിച്ചില്ല. ഞാൻ അവർക്ക് കൊടുത്തു, സന്തോഷത്തോടു കൂടെ കൊടുത്തു. ഈ സഹോദരി അത് സന്തോഷത്തോടു കൂടെ സ്വീകരിച്ചു. ഒരു ഈത്തപ്പഴം, നമുക്കറിയാം ഈത്തപ്പഴമൊക്കെ സുലഭമായി കിട്ടുന്ന ഒരു കാലം. അങ്ങനത്തെ ഒരു നാട്ടില് ദാനം ചെയ്തത്, സ്വതക്ക ചെയ്തത് ഒരു വലിയ പ്രമുഖനായ ഒരാളുടെ വീട്ടിൽ വന്നപ്പോ ഒരു ഈത്തപ്പഴാണ് ദാനം ചെയ്തിരിക്കുന്നത്. അത് സ്വീകരിച്ച ആള് വളരെ മര്യാദയോടുകൂടെ അത് സ്വീകരിച്ച് ആ സഹോദരി അതിനെ ഫഖസമത്ഹാ ബൈന ബനതൈഹ, 2 പെൺമക്കൾക്ക് അത് വീതിച്ചു കൊടുക്കുന്ന ഒരു സന്തോഷകരമായ കാഴ്ച ആയിഷ റളിയല്ലാഹു അൻഹ കാണാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായതായും ആയിഷ റളിയല്ലാഹു അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയും ചെയ്തു. തുടർന്ന് മറ്റു ഭാഗങ്ങളിലേക്കാണ് ആ ഹദീസ് പോകുന്നത്. ഞാൻ അങ്ങോട്ട് കടന്നു വരുന്നില്ല. പെൺമക്കളെ കൊണ്ട് ഉണ്ടാകുന്ന ത്യാഗത്തെ സഹിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പുണ്യനബിയുടെ പ്രാർത്ഥനയും മറ്റുമൊക്കെ ഇതിനുശേഷം സംഭവമായി ഹദീസിൽ നമുക്ക് കാണാം. പക്ഷേ ഇവിടെ ആയിഷ റളിയല്ലാഹു അൻഹ എടുത്ത നിലപാട്, അതായത് ചെറുതാണെന്ന് വെച്ച് കൊടുക്കാതിരിക്കല്ല ചെയ്തത്. ചെറുതാണെങ്കിലും അത് കൊടുക്കാൻ കാണിച്ച ആ ഒരു മനസ്സ്, ആ കോംപ്ലക്സ് മാറ്റി വെച്ചിട്ടുള്ള മനസ്സിന്റെ സുതാര്യമായ ഒരു ഇടപെടൽ, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മറ്റൊരു സ്വഹാബി വനിതയുടെ സംഭവവും ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം തൊബ്രാനി അവിടുത്തെ അൽ മുഅ്ജമുൽ കബീറിൽ ഉദ്ധരിക്കുന്നുണ്ട്. മഹ്ദിയായ ഉമ്മു ബുസൈദ് റളിയല്ലാഹു അൻഹ ഒരിക്കൽ ഹബീബായ നബിയോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ റസൂലല്ലാഹ്, വല്ലാഹി ഇന്നൽ മിസ്കീന ലയഖിഫു അലാ ബാബി ഹത്താ അസ്തഹയിയ ഫലാ അജിദു ഫീ ബൈതി മാ അദ്ഫഉ ഫീ യദിഹി. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം,
വീട്ടിൽ പലപ്പോഴും മിസ്കിന്മാര് വരാറുണ്ട്. മിസ്കിന്മാര് വന്നു കഴിഞ്ഞാൽ വാതുക്ക വന്ന് നിൽക്കും. കൊടുക്കാൻ പലപ്പോഴും എന്റെ നിലക്കും വിലക്കും ഒത്തത് എന്റെ കയ്യിൽ ഉണ്ടാവാറില്ല. അവരിങ്ങനെ വാതുക്ക വന്ന് നിൽക്കും, നബിയെ എന്തെങ്കിലും ഒന്ന് സ്വതക്ക ചെയ്യണമല്ലോ. എന്റെ കയ്യിലാണെങ്കിൽ അവരുടെ കയ്യിൽ വെച്ചു കൊടുക്കാൻ എനിക്ക് തൃപ്തി വരുന്ന ഒന്നും ആ നിലക്കും വിലക്കും ഉള്ള അതിന്റെ ആ ഒരു വലിപ്പത്തിലുള്ള ഒന്നും കൊടുക്കാൻ കിട്ടാറില്ല നബിയെ. മിക്കവാറും എന്റെ കയ്യിലൊന്നും ഉണ്ടാവാറില്ല. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനത്തെ ഒരു കോംപ്ലക്സ് വേണ്ട, കയ്യിലുള്ളത് ദാനം ചെയ്യാ. ഒരു ആട്ടിൻകാല് തലേ അത്താഴത്തിന് നിന്റെ വീട്ടിൽ ചുടുകയോ അത് മാംസമായി ഉപയോഗിക്കുകയോ ചെയ്തു. അതിൽ നിന്നും ഇനി മെച്ചമുള്ളത് ലിൽഫാണ്. ലിൽഫ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ പറയും പേണി എന്ന് പറയും. ആ കുളമ്പിന്റെ ഭാഗം അത്രേ ഉള്ളൂ. ബാക്കി മാംസഭാഗങ്ങളൊക്കെ കഴിച്ചു. ആ ലിൽഫ് മാത്രമേ ഇനി ഉള്ളൂ. നിന്റെ വീട്ടിൽ അത്ര നിസ്സാരമായി ഉപേക്ഷിക്കേണ്ട സാധനമേ ഉള്ളൂ എങ്കിൽ പോലും കൊടുക്കാനുള്ള നിന്റെ ഒരു ആത്മാർത്ഥമായ താല്പര്യത്തിൽ സ്വീകരിക്കുന്ന ആളിലേക്ക് നിന്റെ കയ്യിലുള്ളത് എത്ര ചെറുതാണെങ്കിലും അത് കൊടുത്ത് ആ ആളെ സന്തോഷിപ്പിക്കാൻ നീ കാണിക്കുന്ന മനസ്സ്, അതാണ് സ്വതക്കയിലെ ഏറ്റവും വലിയ അന്തസത്ത. അപ്പോൾ അങ്ങനത്തെ ഒരു പേണിയാണെങ്കിൽ പോലും നിന്റെ കയ്യിൽ അതേ കൊടുക്കാനുള്ളൂ എങ്കിൽ പോലും ഒഴിവാക്കല്ല മോളെ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം സ്വതക്ക ചെയ്യുമ്പോ നമ്മുടെ മനസ്സാണ് അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. നമ്മളെ കൊടുക്കാൻ കാണിക്കുന്ന ആർദ്രമായ സ്വഭാവം, ചെറുതാണേൽ പോലും അത് പാഴാക്കാതെ ആ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തുക എന്ന ഒരു തത്വമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് സ്വഹാബി വനിതകളുടെ ചരിത്രത്തിലൂടെ പഠിപ്പിച്ചു തരുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാവാം, ചിലപ്പോൾ അത് നഷ്ടപ്പെട്ടേക്കാം. നമ്മൾ സ്വതക്ക ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് എപ്പോഴാണ്? ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു സ്വഹാബി വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം ഇരുവരും അവരുടെ സ്വഹീഹുകളിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ജാഅ റജുലുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സ്വഹാബി വന്നുകൊണ്ട് മുത്തുനബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അയ്യു സ്വദഖത്തി അഅലമു അജ്റ, അല്ലാഹുവിന്റെ അടുക്കൽ കൂടുതൽ കൂലിയുള്ള സ്വതക്ക ഏതാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒരു പശ്ചാത്തലത്തെ, സ്വതക്ക ചെയ്യുന്ന പശ്ചാത്തലത്തെ അവതരിപ്പിച്ചുകൊണ്ട് സ്വതക്കയുടെ പ്രതിഫലത്തിന്റെ വലിപ്പം പറയുകയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ഒരു സ്വതക്കയുടെ സാഹചര്യം ഏതാണ് നബിയെ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻത സദ്ദഖ വ അൻത സ്വഹീഹ്, നിനക്ക് രോഗങ്ങളൊന്നുമില്ലാത്ത നിന്റെ സ്വഹത്തിന്റെ കാലഘട്ടത്തിൽ നീ സ്വതക്ക ചെയ്യണം. ആ സമയത്ത് നിന്റെ മനസ്സ് പറയുന്നുണ്ട് അത്രയും കൊടുക്കണ്ട എന്ന്. മനസ്സിന്റെ പിശുക്കും നിനക്കുണ്ട്. തഖ്സൽ ഫഖറ, അത് ദാനം ചെയ്തു കഴിഞ്ഞാൽ ഒരു ടൈറ്റ് നിനക്ക് വരും എന്ന് നീ പേടിക്കുകയും ചെയ്യുന്നുണ്ട്. അത്രയും ഞാൻ ദാനം ചെയ്ത ഒരു പക്ഷേ ഒരു ടൈറ്റ് എന്നിൽ വരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷയും ഇത്രയും ദാനം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഒരു കുടുസാകൽ വരും, ഞാനൊന്ന് ടൈറ്റ് ആകും, അതോടൊപ്പം തന്നെ എൻ്റെ മനസ്സ് അത് വേണ്ടാന്ന് എന്നെ നിർബന്ധിക്കുന്ന രീതിയിലുള്ള ഒരു പിശുക്കും എൻ്റെ ഹൃദയത്തിലുണ്ട്. എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, സമ്പത്തിനോട് ആഗ്രഹമുള്ള സമയമാണ്. അങ്ങനെയുള്ള സമയത്ത് ഞാൻ ചെയ്യുന്ന സദഖ, ആ സ്വതക്കക്കാണ് ഏറ്റവും വലിയ പ്രതിഫലം എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിനക്ക് മോഹമുണ്ട് ആ സ്വതക്ക ചെയ്യുന്ന പണം കൂട്ടിവെച്ചാൽ ഒരു പക്ഷേ സമ്പന്നനാകാമെന്ന്. വതഅമലുൽ ഗിന വലാ തുമഖിൽ ഹത്താ ഇദാ ബലഗത്തുൽ ഹുൽഖൂം. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സ്വതക്ക ചെയ്യുന്ന കാര്യത്തിൽ സാവകാശം കാണല്ലേ, അത് വേഗത്തിൽ തന്നെ ചെയ്ത് അതിന്റെ പിരീഡിനെ ഏറ്റവും നല്ല അവസരത്തിൽ തന്നെ, ആദ്യ അവസരത്തിൽ തന്നെ ഉപയോഗപ്പെടുത്തണേ. നിന്റെ തൊണ്ടക്കുഴിയിലേക്ക് റൂഹ് വരുന്ന സമയം വരെ സ്വതക്ക ചെയ്യാതെ പിന്തിച്ച് നിൽക്കല്ലേ, അത് നേരത്തെ ജീവിതത്തിന്റെ ശീലമാക്കണേ. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, തൊണ്ടക്കുഴിയിലേക്ക് റൂഹ് വരുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തൊണ്ടക്കുഴിയിലേക്ക് റൂഹ് എത്തി, റൂഹ് പിടിച്ച് മരണം അഭിമുഖീകരിക്കുന്ന അതിന്റെ അനിവാര്യ നിമിഷത്തെ ബോധ്യപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സമയത്ത് മനുഷ്യൻ ആഗ്രഹിക്കും, എന്റെ കയ്യിലുള്ളത് മുഴുവൻ ഖുൽത ലി ഫുലാനിൻ കദാ വലി ഫുലാനിൻ കദാ വഖദ് കാന ലി ഫുലാൻ, ഇന്നത് ഇന്ന ആൾക്ക് കൊടുക്കണം എന്ന രീതിയിൽ മരണനേരത്ത് ഒരു വസിയത്ത് ഏൽപ്പിക്കാൻ നിൽക്കുന്നതിനേക്കാളും നല്ലത് മരിക്കുന്നതിന് മുമ്പ് നീ സ്വതക്ക ചെയ്യുക. സ്വതക്ക ഒരിക്കലും സമ്പത്തിൽ കുറവ് വരുത്തില്ലെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ശക്തമായ അമലിനെ കുറിച്ചാണ് നമ്മൾ ഈ പറഞ്ഞത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.
ഒരു അമല് അള്ളാഹുവിന്റെ ദീനിൽ പരിചയപ്പെടുത്തുമ്പോൾ ആ അമല് ചെയ്ത ആൾക്ക് അതിന്റെ പ്രതിഫലം കിട്ടാം. ആ അമല് കൊണ്ട് അയാൾക്ക് നാളെ ആഖിറത്തിൽ ദറജയേറാം. സദഖ എന്ന അമല് കൊണ്ട് കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയോ? നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഇരട്ടി എന്ന കണക്കാണ് സദഖയുടെ പ്രതിഫലത്തിനുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സമയമുണ്ടെങ്കിൽ ആ ഭാഗത്ത് വരാം, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സദഖ എന്നുള്ളതിന് അള്ളാഹു വെച്ചിരിക്കുന്നത് ഇരട്ടിക്കൂലി സംവിധാനമാണ്. അതോടൊപ്പം തന്നെ സദഖയിൽ അള്ളാഹു വെച്ചിരിക്കുന്നത് പദവി കയറുക എന്ന എല്ലാ അമലിലും ഉള്ള പോലെയുള്ള ഒരു സംവിധാനമാണ്. ഇതോടൊപ്പം സദഖയിൽ അള്ളാഹു വെച്ചിരിക്കുന്നത് ഈ ദുനിയാവിൽ വെച്ച് നമ്മൾ ഒരു ആപത്ത് മുസീബത്തിൽ നിന്നും കാവൽ സൃഷ്ടിക്കുകയാണ് സദഖയിലൂടെ. മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി തന്നെ നമ്മെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം ഖതീബ് തിബ്രീസി മിഷ്കാത്തിൽ, അതുപോലെ തന്നെ പല മുഹദ്ദിസീങ്ങളും ഉദ്ധരിച്ചിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി പഠിപ്പിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബാദിറു ബിസ്സദഖ, സദഖ നിങ്ങൾ വേഗത്തിൽ ചെയ്തോളൂ. ബാദിറു, നിങ്ങൾ സദഖയെ ധൃതിയാക്കിക്കോളൂ. സദഖ ചെയ്യാനുള്ളതൊക്കെ വേഗം ചെയ്തോളൂ. എന്താ കാരണം എന്നറിയോ? ഫൈനൽ ബലാഅ ലാ യതഖത്താഹ, സദഖ ചെയ്തതിന്റെ അപ്പുറത്തേക്ക് ഇനിയൊരു ബലാ മുസീബത്ത് വിട്ടുകടക്കില്ല. സദഖ അതിന് തടസ്സമായിട്ട് നിൽക്കൂന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ദാനം ആപത്തുകളെ തടയുന്നൊന്നും വെറുതെ എഴുതി വെച്ചതല്ല. ദാനം ആപത്തുകളെ തടയും എന്നുള്ളത് വെറുതെ എഴുതി വെച്ചതല്ല. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ധാരാളം സദഖ ചെയ്യുന്നവരുണ്ട് കേട്ടോ. അവർക്കൊക്കെ ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ, ഈ ഹദീസുകൾ കേൾക്കുമ്പോൾ സന്തോഷം ഉണ്ടാവട്ടെ. അള്ളാഹു ഈ ഇൽമു കൊണ്ട് നമുക്ക് പ്രയോജനം തരട്ടെ. എന്താ പറഞ്ഞത്? സദഖയെ നിങ്ങൾ വേഗത്തിൽ ചെയ്തോളൂ. സദഖയ്ക്ക് അപ്പുറത്തേക്ക് ബലാ മുസീബത്ത് മറികടക്കില്ലെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖതീബ് തിബ്രീസിയുടെ മിഷ്കാത്തിലുള്ള ഹദീസ്. മറ്റൊരു ഹദീസ് ഇമാം തുർമുദി ഉദ്ധരിക്കുന്നത് കണ്ടോളൂ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന സദഖത ലതുത്ഫിഉ ഗളബർ റബ്ബി വതദ്ഫഉ മിതത്തസ്സൂ. സദഖ ചെയ്യുമ്പോൾ അത് അള്ളാഹുവിന്റെ കോപത്തെ കെടുത്തി കളയുന്നു. സദഖ അള്ളാഹുവിന്റെ കോപത്തെ അണച്ചു കളയുന്നു. മാത്രവുമല്ല, അള്ളാഹുവിന്റെ കോപത്തെ അണച്ചു കളയുന്ന പോലെ മോശമായ മരണങ്ങൾക്കും സദഖ കാവലാണെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മോശമായ ആപത്ത് വന്ന് ഒരു വികൃതമാകുന്ന രൂപത്തിലുള്ള മയ്യത്തായി മാറുന്ന മരണമൊന്നും സദഖ ചെയ്യുന്ന ആൾക്ക് സംഭവിക്കൂല. നല്ല മരണാണെങ്കിലും അതിനുണ്ടല്ലോ ഒരു നിലയും വിലയൊക്കെ, ഒരു നിലവാരമുണ്ടല്ലോ. നല്ല ഒരു രീതിയിലുള്ള മരണം അത് സദഖ കൊണ്ട് സാധ്യമാകുമെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ കോപത്തെ കെടുത്തി കളയാൻ നമ്മൾ അള്ളാന്റെ കോപത്തിന് നിർബന്ധിതരായവരാ. നമുക്ക് നിർബന്ധം അള്ളാന്റെ കോപം. എന്തുകൊണ്ട്? പടച്ച റബ്ബിനെ അത്രയും നമ്മൾ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അവന്റെ അനുഗ്രഹങ്ങളൊക്കെ സ്വീകരിച്ച് അവന് വഴിപ്പെടാതെ ധിക്കരിച്ച് നടക്കുന്ന ധിക്കാരികളെ നമ്മൾ. അള്ളാഹുവിനെ എന്താ പറയാ, റബ്ബിനെ അത്രയും വലിയൊരു പ്രകോപനമായ രീതിയിലേക്ക് എത്തിച്ചു വെച്ചിട്ട് നമ്മളിങ്ങനെ മാന്യന്മാരായിട്ട് നടക്കുക. അള്ളാന്റെ കോപം നമുക്ക് എപ്പോഴേലും ഉണ്ടാവാം. പക്ഷെ ആ റബ്ബിനെ നമുക്ക് തണുപ്പിച്ച് കളയാം. റബ്ബിന്റെ കോപത്തെ അണച്ച് കളയാം. റബ്ബിന്റെ സ്നേഹത്തെ പിടിച്ചു പറ്റാം. റബ്ബിന്റെ പ്രിയപ്പെട്ടവനാവാം. ഈ അമല് ചെയ്താൽ മതി, സദഖ ചെയ്താൽ മതി. അതിന്റെ കൂടെ തന്നെ നമുക്ക് മോശമായ മരണങ്ങൾ, എല്ലാവരും ഭയക്കുന്ന കാര്യമാണിത്, മോശമായ മരണങ്ങൾ അത് സംഭവിക്കില്ലെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സദഖ എന്ന് പറയുന്ന അമലിനെ ഒരു മനുഷ്യൻ എങ്ങനെയാ കൈകാര്യം ചെയ്യാം? ഒരു മനുഷ്യന്റെ വിവേകത്തിന്റെ പരിപൂർണമായ അവസ്ഥ ഉണ്ടാകുന്നത് അവന്റെ മരണനേരത്താണല്ലോ. കാരണം മരണത്തിന്റെ അവസാനത്തെ പെടച്ചിൽ വരുമ്പോ ശരീരത്തിന്റെ എല്ലാ ഗ്രന്ഥികളും ഉണരുകയാണ്. നല്ല ഉണർന്ന് പ്രവർത്തിക്കുമ്പോഴായിരിക്കും, നല്ല ഉണർവ് കിട്ടുമ്പോഴാണ് നമ്മളൊന്ന് വിയർക്കാം. നല്ല ഉന്മേഷവും നല്ല ആരോഗ്യ പ്രകടനവും നടത്തുമ്പോഴാണ് നമ്മൾ വിയർക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നല്ല അധ്വാനം ചെയ്യുമ്പോൾ നമ്മൾ വിയർക്കാറുണ്ട്. എന്തുകൊണ്ട്? ഈ നല്ല അധ്വാനത്തിലേക്ക് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും ഉണർന്നു വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോ ഒരു ഉദാഹരണം പറയാം, നമ്മൾ നല്ല തണുപ്പുള്ള നേരത്ത് ഒരു കട്ടൻ ചായ ചൂടോടുകൂടി കഴിച്ചാൽ നമുക്ക് ഒരു പക്ഷെ വിയർപ്പ് വരും. എന്തുകൊണ്ട്? അതൊരു ഉണർവാണ്. ശരീരത്തിൽ വല്ലാത്തൊരു ഉണർവ് വരുന്ന നേരമാണ് മരണത്തിന്റെ ഏറ്റവും അവസാനത്തെ സമയം. ആ സമയം അവന്റെ ചിന്തയൊക്കെ നല്ല പക്വതയിലെത്താം. ഖുർആന്റെ പ്രയോഗമുണ്ട്. ആ സമയത്ത് ഒരു മനുഷ്യൻ പല സൽക്കർമ്മങ്ങൾക്കും
തയ്യാറാകേണ്ടി ഇരുന്ന അവന്റെ ശരീരത്തെ അല്ലെങ്കിൽ അവന്റെ താല്പര്യത്തെ, അവന്റെ പക്വത നിയന്ത്രിച്ചത് നീ എല്ലാ സൽക്കർമ്മത്തിലേക്കും പോവണ്ട, സ്വതക്ക എന്ന് പറയുന്ന സൽക്കർമ്മത്തിലേക്ക് ചിന്തിച്ചോളൂ എന്നതാണ് അവന്റെ പക്വത. ആ നേരത്ത് ഒരിക്കലും അതുവരെ ഉണ്ടായിട്ടില്ല അതുപോലത്തെ ഒരു പക്വത. ആ പക്വത അവനെ നിർബന്ധിച്ചത്. ഖുർആന്റെ ആയത്ത് സൂറത്തുൽ മുനാഫിഖൂൻ 10-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഅൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത് فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين. മരണത്തിന്റെ അവസാന സമയം മനുഷ്യൻ വിവേകത്തോടുകൂടെ തിരിച്ചറിഞ്ഞു, ഇനി അതിന്റെ അപ്പുറത്തേക്ക് പോവാനില്ല, ആയുസ് അവസാനിക്കാൻ. വിവേകമുള്ളവൻ അള്ളാഹുവോട് ആവശ്യപ്പെടും, ഒരുപാട് കാലമൊന്നും ജീവിക്കണ്ട, ഒരൽപ്പം, ആ കുറഞ്ഞ നേരം കൊണ്ട് ഈ ആയുസ്സിൽ ഇക്കഴിഞ്ഞ കാലം എനിക്ക് സാധിക്കാത്ത ഒരു കാര്യം സാധിക്കും. എന്താണ് ആ കാര്യം? ഞാനൊരു സ്വാലിഹായ മനുഷ്യനാവാം. കുറഞ്ഞ നേരം കൂടി എനിക്ക് കിട്ടിയാൽ മതി. സ്വാലിഹായ മനുഷ്യനാവാൻ ഒരു ആയുഷ്കാലത്തിന്റെ സൽക്കർമ്മങ്ങൾ അഖിലം എനിക്ക് വേണ്ട. ഒരു സ്വതക്കയുടെ അവസരം തന്നാ മതി. വഅകും മിനസ് സ്വാലിഹീൻ, ഞാൻ സ്വാലിഹീങ്ങളിൽ പെടാം. ഒരു ആയുസ് കൊണ്ട് സാധിക്കേണ്ട കാര്യത്തെ ഒറ്റ സ്വതക്ക കൊണ്ട് എനിക്ക് സാധ്യമാകും. അതായത് ഒരു ആയുസ് കൊണ്ട് സാധിക്കേണ്ട സൽക്കർമ്മം ഒറ്റ പ്രാവശ്യത്തെ സ്വതക്ക കൊണ്ട് സാധ്യമാകുമെന്ന് സാക്ഷ്യപ്പെടുത്താണ് ഒരു മരണാസന്നന്റെ വിലാപവാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പക്വത അവന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നേരാണിത്. സ്വതക്കയുടെ മഹത്വം മനുഷ്യൻ വിവേകപൂർവ്വം അറിയുന്നത് അപ്പോഴാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വഹാബികൾ വെറുതെ വെച്ചോ ഈ സ്വതക്കയെ? അവരിങ്ങനെ ജീവിതത്തിൽ ഏറ്റെടുത്തില്ലേ? അവരുടെ ജീവിതത്തിന്റെ വലിയ മനോഹരമായ ചരിത്രങ്ങളെ വായിക്കുമ്പോ അവർ എത്രയായി ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. മഹാന്മാരായ സ്വഹാബികളിൽ പ്രമുഖനും പ്രധാനിയുമായ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരെ മുൻകടക്കാൻ സമ്മതിച്ചിട്ടില്ലല്ലോ. സ്വതക്കയുടെ വിഷയം വന്നു കഴിഞ്ഞാൽ ഏത് സൽക്കർമ്മത്തിൽ മഹാനവറുകൾ തന്നെയാണ് ഒന്നാമത്. സ്വതക്കയുടെ വിഷയം എന്ന ദാനധർമ്മത്തിൽ മറികടക്കാൻ ആർക്കും ആ മഹാന്റെ മുന്നിൽ കഴിഞ്ഞിട്ടില്ല. കേട്ടുള്ളൊരു ഹദീസ് ഇമാം അബൂദാവൂദ് അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്നുണ്ട്, തുർമുദി ജാമിഉൽ ഉദ്ധരിക്കുന്നുണ്ട്, ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്നുണ്ട്. മഹാനായ സെയ്ദ് ബിൻ അസ്ലം റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ഇബ്ൻ അസ്ലം എന്നവര് ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും കേട്ടത് പറയുകയാണ്. കേട്ടോളൂ. ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, മറ്റൊരു സഹാബി കേട്ടു, അത് ഹദീസ് നിവേദനം ചെയ്യുന്നു. എന്താ ഉമർ തങ്ങൾ പറഞ്ഞത്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ പഴയ കാലത്തെ ഒരു അവസ്ഥ പറയാം. അന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് സ്വതക്ക ചെയ്യാൻ ആവശ്യപ്പെട്ടു. എല്ലാവരും കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, സ്വതക്ക ചെയ്യണോട്ടോ. സാമ്പത്തിക ആവശ്യമുണ്ട്, ദീനിന്റെ അനിവാര്യമായ ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്വതക്ക ചെയ്യണമല്ലോ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനത്തെ സ്വഹാബികൾ ഏറ്റെടുത്തു. അങ്ങനെ സ്വതക്ക ചെയ്യാൻ വേണ്ടി സ്വഹാബികൾ തീരുമാനിച്ചു. ആ സമയത്ത് നബിതങ്ങൾ പറഞ്ഞ സംഖ്യയിലേക്ക് എന്റെ കയ്യിലുള്ള പണം എത്തും, എനിക്ക് ഉറപ്പാ. ആ രീതിയിൽ ഞാൻ വളരെ ആത്മവിശ്വാസത്തോടു കൂടെ നിൽക്കാം. നബിതങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഖ്യയിലേക്ക് എന്റെ കയ്യിലുള്ള പണം എത്തും, എനിക്കത് സാധിക്കും. ഞാൻ നല്ല ആത്മവിശ്വാസത്തിലാണ്, എന്റെ കയ്യിൽ ഉണ്ടെന്ന് കൊടുക്കാൻ. അങ്ങനെ വന്നപ്പോ ഞാൻ വലിയ ആത്മവിശ്വാസത്തിൽ നിൽക്കുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു, ഇതിനു മുമ്പൊക്കെ ദാനധർമ്മം ചെയ്തപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാരിക്കോരിയ കൊടുത്തത്, ഇപ്പൊ ഒന്നും വീട്ടിലുണ്ടാവില്ല. അപ്പൊ ഈ പ്രാവശ്യം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വട്ടപൂജയാ, കാരണം കയ്യിലൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ കൊടുത്ത കണക്ക് വെച്ച് നോക്കുമ്പോൾ സിദ്ദീഖിന്റെ കയ്യിലൂടെ സമ്പാദ്യമൊക്കെ തീർന്നിട്ടുണ്ടാവും. പക്ഷെ ഇപ്രാവശ്യം നബിതങ്ങൾ പറഞ്ഞിട്ടുള്ള ആ സംഖ്യ പൂർത്തീകരിക്കാൻ എന്റെ സമ്പാദ്യം കൊണ്ട് എനിക്ക് കഴിയുമെന്ന അമിതമായ ആത്മവിശ്വാസത്തിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ എന്റെ മനസ്സുകൊണ്ട് തീരുമാനിച്ചു, അൽയൗമ അസ്ബിഖു അബൂബക്കറിൻ ഇൻ സബഖതുഹു യൗമ, എന്നെങ്കിലും ഈ സ്വതക്കയുടെ വിഷയത്തിൽ അബൂബക്കർ സിദ്ദീഖിനെ തോൽപ്പിക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ അത് ഇന്ന് കഴിയും. കാരണം സാഹചര്യം അങ്ങനെയാണ്, എനിക്ക് അനുകൂലമാണ്. അങ്ങനെ ഇരിക്കെ
ഞാൻ എന്ത് ചെയ്തു? എന്റെ സമ്പത്തിന്റെ പകുതിയുമായി ഇലാ ഹളറത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ വന്നു. അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, മാ അബ്ഖൈത ലിഅഹ്ലിക, കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടോ ഉമറേ റളിയല്ലാഹു അൻഹു? അപ്പം ഞാൻ പറഞ്ഞു, മിസ്ലഹു, ഇതുപോലത്തെ ഒരു പകുതി അവിടെ വേറെ ഉണ്ട് നബിയെ. മുത്തുനബിക്ക് സന്തോഷമായി, വല്ലാതെ എനിക്ക് വേണ്ടി ദുആ ചെയ്തു സദസ്സിൽ വെച്ച്. അൽഹംദുലില്ലാഹ്. കുറച്ചു കഴിഞ്ഞപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു. മഹാനവറുകൾ കൊണ്ടുവന്നു ബികുല്ലി മാ ഇൻദഹു, കയ്യിലുള്ളത് മുഴുവനും കൊണ്ടുവന്നു. അത് ചില വീട്ടുപകരണങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ട്. പണമായിട്ടൊന്നും കൊണ്ടുവന്നില്ല, പണമൊന്നും ഉണ്ടായില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, മാ അബ്ഖൈത ലിഅഹ്ലിക, സിദ്ദീഖേ, എന്താണ് വീട്ടുകാർക്ക് ബാക്കി വെച്ചിട്ട് പോകുന്നത്? മഹാനവറുകൾ പറഞ്ഞു, അബ്ഖൈതു ലഹുമുല്ലാഹ വറസൂല, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ എന്റെ വീട്ടിൽ വെച്ചിട്ടുള്ളൂ, വേറൊന്നുമില്ല നബിയെ. ഞാൻ മുഴുവനും കൊണ്ടുവന്നു. എന്റെ വീട്ടിൽ ഇനി വേറൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ദാനധർമ്മം ചെയ്യുന്ന പണത്തിന്റെ വലിപ്പല്ല, കൊടുക്കാനുള്ള മനസ്സ്. ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ഈത്തപ്പഴം കൊടുത്ത പോലെ മഹദിയായ ഉമ്മു ബുജൈദ് റളിയല്ലാഹു അൻഹയോട് തലേ ദിവസം ഭക്ഷണത്തിന് ഉപയോഗിച്ച ആട്ടിറച്ചിയുടെ കാലിൽ ഇനി എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ മാംസ കഷ്ണം ദാനം ചെയ്താലും അതിന്ന് ഒഴിവ് പറഞ്ഞ് മാറല്ലേ, അവസരത്തെ ഉപയോഗപ്പെടുത്തണമെന്ന് മുത്തുനബി പറഞ്ഞ ആ കോംപ്ലക്സ് ഒഴിവാക്കാം. മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഉപകരണങ്ങളിലെ പഴയത് ഏതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടാ ഇതാണ് എന്റെ സമ്പത്ത് എന്ന് പറയാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് പച്ച നോട്ടാ വെച്ചു കൊടുത്തത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്തുകൊണ്ടും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആർദ്രമായ ആ മനസ്സിനെ അംഗീകരിച്ചു. ഞാൻ എന്റെ മനസ്സുകൊണ്ട് തീരുമാനിച്ചു, ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞു. ഉമർ തങ്ങൾ പറയാണ്, ലാ ഉസാബിഖുക ഇലാ ശൈഇൻ അബദാ, ഒരിക്കലും സിദ്ദീഖേ അങ്ങയെപ്പോലെ ഒരു മഹാനെ മറികടക്കാൻ എനിക്ക് കഴിയൂല എന്ന് പരാജയം സമ്മതിച്ചു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പൊ സ്വഹാബികള് ഈ സ്വതക്കയുടെ വിഷയത്തിലൊക്കെ അവരെ ആസ്വദിക്കുകയും മത്സരിക്കുകയും ചെയ്തു. ഒരു സംഭവം കൂടി പറയാം, കേട്ടോളൂ. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ പല ഇടങ്ങളിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ്. ധാരാളം ഹദീസിന്റെ കിതാബുകളിൽ കാണാം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ചരിത്രമാണ്. മഹാനായ സ്വഹാബി പ്രമുഖൻ അബൂ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സമ്പത്ത് മഹാനവറുകൾ ദാനം ചെയ്യുന്ന ഒരു ചരിത്രം. അനസ് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസ് നമ്മൾ ഒരു 8ഓളം സ്ഥലങ്ങളിൽ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് എന്റെ ഓർമ്മ. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു അൻസാരികളിൽ ഏറ്റവും കൂടുതൽ ഈത്തപ്പനത്തോട്ടത്തിന്റെ സമ്പാദ്യമുള്ള മഹാനാണ്, ചെറിയ ആളൊന്നുമല്ല. മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു അക്സറുൽ അൻസാരി ബിൽ മദീനത്തി മാലം മിൻ നഖൽ, ഈത്തപ്പനത്തോട്ടത്തിന്റെ ഏറ്റവും വലിയ മുതലാളി മദീനക്കാരിൽ അബൂ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഈത്തപ്പനത്തോട്ടം ധാരാളമുണ്ട്. മദീനക്കാരിൽ അത്രയും ഈത്തപ്പനയുടെ സമ്പത്തുള്ള ആരുമില്ല. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു മദീനയിലെ ധാരാളം ഈത്തപ്പനത്തോട്ടങ്ങളുടെ മുതലാളി. മഹാനവറുകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഈത്തപ്പനത്തോട്ടായിരുന്നു ബൈറുഹാ തോട്ടം. ബൈറുഹാ തോട്ടം വല്ലാത്ത ഇഷ്ടായിരുന്നു. ബൈറുഹാ തോട്ടം, ഈ ബൈറുഹാ തോട്ടം വകാനത്ത് മുസ്തഖ്ബിലത്തൽ മസ്ജിദി, പരിശുദ്ധ മദീനത്തെ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ബൈറുഹാ തോട്ടം. പള്ളിയിൽ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ വല്ലാത്തൊരു കാഴ്ചയാണ് ഈ ബൈറുഹാ തോട്ടത്തിന്റെ കാഴ്ച. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ ബൈറുഹാ തോട്ടത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് യദ്ഖുലുഹാ, ഈ ബൈറുഹാ തോട്ടത്തിലേക്ക് ഇടക്കിടക്ക് കടന്നു ചെല്ലും. അബൂ ത്വൽഹയുടെ അല്ലേ, റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടമുള്ള ആളാണല്ലോ അബൂ ത്വൽഹ. അബൂ ത്വൽഹയുടെ തോട്ടത്തിലേക്ക് കയറി ചൊല്ലും റളിയല്ലാഹു അൻഹു. എന്നിട്ടോ ഹബീബായ നബി തങ്ങൾ ഈ ബൈറുഹാ തോട്ടത്തിന്റെ നടുവിലൂടെ ഒരു അരുവി പോകുന്നുണ്ട്. എന്ത് മനോഹരമായ ചിത്രീകരണമാണ്. ഈത്തപ്പന ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക, പച്ച പിടിച്ചു നിൽക്കുക, അതിന്റെ ഇടയിലൂടെ ഒരു അരുവി ഇങ്ങനെ പോവാം. ആ അരുവിയിലെ ശുദ്ധവെള്ളം റസൂലുള്ള അവിടെ പോയി കുടിക്കും, മദീനത്തെ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ്. എന്നിട്ട് അങ്ങനെ ഒരു പ്രോപ്പർട്ടി എവിടെയുണ്ട്, എന്തായിരിക്കും അതിന്റെ വില? മഹാനായ ഹബീബായ നബി തങ്ങൾ അവിടെ പോയി വെള്ളം കുടിക്കുകയും അവിടുന്ന് വല്ലാതെ സന്തോഷിക്കുകയും ചെയ്യുമായിരുന്നു. വലിയ ആത്മതൃപ്തി, മനസ്സിനൊരു കുളിര ആ തോട്ടത്തിൽ പോയി കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ പോയി ഇരിക്കുമായിരുന്നു.
ഹദീസ് നിവേദനം ചെയ്യുന്ന അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സൂറത്തു ആലു ഇമ്രാനിന്റെ 92-ാമത്തെ ആയത്ത് അവതരിച്ചല്ലോ. ആലു ഇമ്രാനിന്റെ 92-ാമത്തെ ആയത്ത്, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് ഇഷ്ടം കുറഞ്ഞതിന് ദാനം ചെയ്ത കൂലി മുഴുവനും കിട്ടൂലാട്ടോ. ഇതാണ് ആ ആയത്ത് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ നിന്ന് തന്നെ നിങ്ങൾ ദാനം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലത്തിന്റെ പരിപൂർണത കിട്ടൂല. ഇതാണ് ആയത്ത്. ഈ ആയത്ത് അവതരിച്ചപ്പോ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഹബീബിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നല്ലാഹ തബാറക വ തആല യഖൂൽ, നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, വഹ്യ് വന്നത് ഞാൻ അറിഞ്ഞു. സൂറത്ത് ആല ഇമ്രാനിന്റെ 92-ാമത്തെ ആയത്ത് അള്ളാഹു പറഞ്ഞതെന്താ നബിയെ? ഇഷ്ടമുള്ളതൊക്കെ കയ്യിൽ വെച്ചിട്ട് ഇഷ്ടം അത്രയില്ലാത്തത് ദാനം ചെയ്താൽ പരിപൂർണ ഗുണം കിട്ടൂല എന്നാ പറഞ്ഞത്. എനിക്ക് എന്റെ ഈത്തപ്പന സമ്പത്തിൽ ഏറ്റവും ഇഷ്ടം ആ കാണുന്ന മദീനത്തെ പള്ളിയുടെ മനോഹരമായ മുറ്റത്ത് നിന്ന് നോക്കിയാൽ പച്ച പിടിച്ചു നിൽക്കുന്ന കളകളാരവം കൊണ്ട് ശ്രവണ മനോഹരവും നയന മനോഹരവുമായ ഈ ബൈറുഹ തോട്ടമാണ് എന്റെ ഇഷ്ടപ്പെട്ട സമ്പത്ത്. അതുകൊണ്ട് മുത്തു നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനത് അള്ളാന്റെ മാർഗത്തിലേക്ക് ദാനം ചെയ്യാണ്. എനിക്ക് പടച്ചോന്റെ മാർഗത്തിലേക്ക് അത് ദാനം ചെയ്യണം നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ സമ്പത്ത് വ ഇന്നഹാ സ്വദഖത്തുൽ ലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിലെ സ്വദഖയാണ് നബിയെ. മഹാനായ ഹബീബിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ തൽഹ പറയാ, അർജൂ ബിർറഹാ വദ്ദുഖ്റഹാ ഇൻദല്ലാഹ്, ഇതിന്റെ വരുമാനവും ഇതിന്റെ ആസ്തിയും ഇതിന്റെ മൂലധനവും ഇതിന്റെ നേട്ടവും ഇതിൽ നിന്നും കിട്ടേണ്ട എന്തൊക്കെ വിളവെടുപ്പോ അത് മുഴുവനും ഞാൻ പ്രതീക്ഷിക്കുന്നത് അള്ളാന്റെ കോടതിയിൽ എനിക്ക് കിട്ടുമെന്ന ഞാനിത് അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് ദാനം ചെയ്യാം അള്ളാന്റെ മാർഗത്തിൽ. സ്വതക്ക ചെയ്യാണ് നബിയെ അങ്ങനെ പറഞ്ഞത്. ഇന്നഹാ സ്വതഖത്തുൽ ലില്ലാഹ്. സ്വഹാബത്തിന്റെ താല്പര്യം നോക്കണേ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാനവറുകൾ പറയാണ്, ലഇഹാ യാ റസൂലല്ലാഹ് ഹൈസു അറാക്കല്ലാഹ്, അങ്ങേക്ക് ഇഷ്ടമുള്ള വകുപ്പിലേക്ക് സ്വതക്കയായി ഇത് സ്വീകരിച്ചാലും അള്ളാഹു അങ്ങയുടെ മുന്നിൽ കാണിച്ചു തരുന്ന നന്മയുടെ മാർഗത്തിലെ ഏത് വകുപ്പിലേക്കും ഇത് കൂട്ടാം നബിയെ, ഞാൻ അങ്ങോട്ട് വിട്ടുതന്നിരിക്കാം. എന്റെ കയ്യിലുള്ള ഈ സമ്പത്ത് ഞാൻ സ്വതക്കയായിട്ട് ദീനിലേക്ക് തന്നിരിക്കുന്നു. ഇഷ്ടമുള്ള കാര്യത്തിൽ അങ്ങേക്ക് അത് ഉപയോഗിക്കാം ഈ സമ്പത്ത്. ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിയുടെ ഈ ആർദ്രമായ മനസ്സ് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു. നബി തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞു, അബൂ ത്വൽഹയോട് പറഞ്ഞു റളിയല്ലാഹു അൻഹു, എന്താണ് അബൂ ത്വൽഹ, വലിയ വരുമാനമുള്ള എന്തൊരു മനോഹരമായ തോട്ടം, ആരും ഇത് കൊടുക്കൂലല്ലോ, വേറെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ സമ്പത്ത്, അത് നല്ല ലാഭമുള്ള ഒരു പ്രോപ്പർട്ടി അല്ലേ, എന്തിനാണ് ഇതിങ്ങനെ ദാനം ചെയ്യുന്നത് എന്ന രീതിയിൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ത്വൽഹയോട് ചേർന്ന് നിന്ന് അദ്ദേഹത്തിന്റെ സമ്പത്തിനെ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനിലേക്ക് ഇത്രയും വലിയൊരു ആസ്തിയുള്ള ഒരു പ്രോപ്പർട്ടി ദാനം ചെയ്യുമ്പോൾ അത് എന്തിന് എന്ന് ചോദിച്ചുകൊണ്ട് ആ സ്വഹാബിയോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കാണ്. ആലോചിച്ച് നോക്കണേ. ആ സ്വഹാബി പറഞ്ഞു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അത് അങ്ങയുടെ മുന്നിൽ ദാനം തന്നല്ല, അങ്ങ് ഇഷ്ടമുള്ളടത്തിട്ട് ചെയ്തോ, എനിക്ക് പ്രശ്നമല്ല നബിയെ. അപ്പോൾ ഹബീബായ നബി നിങ്ങൾ പറഞ്ഞു, എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ ഒരു അഭിപ്രായം, സ്വതക്ക ചെയ്യാന്ന് എന്തായാലും തീരുമാനിച്ചു. ഈ പ്രോപ്പർട്ടി പുറത്തു പോവുകയും വേണ്ട. ആ സ്വതക്ക ചെയ്യല് താങ്കളുടെ കുടുംബത്തിൽപ്പെട്ട മറ്റു കുടുംബാംഗങ്ങളുണ്ട്, കൊച്ചാപ്പ മൂത്താപ്പമാരുടെ മക്കളുണ്ട്, അങ്ങയുടെ കുടുംബ ബന്ധത്തിൽപ്പെട്ട കുറെ ആളുകളുണ്ട്, അവർക്കൊരു കുടുംബ ബന്ധം ചേർക്കൽ സാധ്യമാവാണ്, ഇത് അങ്ങോട്ട് ദാനം ചെയ്തോളൂ. അങ്ങനെ അദ്ദേഹത്തിന്റെ കൂട്ടുകുടുംബക്കാർക്ക് ഇത് ദാനം ചെയ്തു. കൂട്ടുകുടുംബക്കാർക്ക് ദാനം ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. കാരണം പള്ളിക്ക് പണിയാൻ കൊടുക്കാനും വല്ല വീട്ടിലൊക്കെ വല്ല പെൺകുട്ടികളെ കെട്ടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ കൊണ്ടുപോയി കൊടുക്കും. സ്വന്തം കുടുംബത്തിലുള്ളവർക്ക് കൊടുക്കാൻ ചിലർക്ക് ഇത്തിരി മടിയുണ്ട്. ഈ സ്വഹാബി സ്വന്തം കുടുംബത്തിലുള്ളവർക്ക് അദ്ദേഹം അതിനെ വീതം ചെയ്തു കൊച്ചാപ്പ മുത്താപ്പമാരുടെ മക്കളുടെ ഇടയിലും മറ്റു കുടുംബാദികൾ ബന്ധുമിത്രാദികളുടെ ഇടയിൽ ആ മഹാനായ സ്വഹാബി അത് ദാനം ചെയ്തു എന്നുള്ളതാണ്. അത്രത്തോളം മഹാന്മാരായ സ്വഹാബത്ത് ഈ വിഷയത്തില്, ഏത് വിഷയത്തില്, സ്വതക്ക ചെയ്യുന്ന വിഷയത്തില് ഒരു കുറവും വരുത്തിയിട്ടില്ല. അവരുടെ ജീവിതത്തിന്റെ വിശുദ്ധി സ്വതക്ക കൊണ്ട് അവർ നേടിയെടുത്തിരുന്നു.
അള്ളാഹു ഈ അമല് കൊണ്ടുള്ള എല്ലാ നേട്ടങ്ങളും ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം കിട്ടാനുള്ള മഹാഭാഗ്യം നമുക്ക് തരട്ടെ. 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ നീ കബൂലാക്ക് തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കുക അല്ലാഹ്. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്ക് റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ഹലാലായ മുറാദ് ഹസനാക്കുക അല്ലാഹ്. അല്ലാഹുവേ രോഗങ്ങൾ ശിഫയാക്കുക അല്ലാഹ്. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അവരുടെയും ഞങ്ങളുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുക അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാഹ്. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ദുആ വസിയത്ത് ചെയ്തവർ പല രോഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പല പ്രയാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സാമ്പത്തികമായി നിറവേറേണ്ട പല ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വിവാഹ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ ടെസ്റ്റിന് അയച്ചിരിക്കുന്നതായ മെഡിക്കൽ റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവർ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പല നിലക്കുള്ള പരീക്ഷകൾ അഭിമുഖീകരിക്കുന്നവർ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ നീ ഖാദിൽ ഹാജാത്ത, നീ മുദബ്ബിറുൽ ഉമൂറ, ഖൈർ നിന്റെ കയ്യിലാ തമ്പുരാനെ. ഖൈറുകളും സന്തോഷങ്ങളും നീ അടുപ്പിച്ചു കൊടുക്കുക അല്ലാ. വിഷമങ്ങളും പ്രയാസങ്ങളും നീ ദൂരീകരിക്കണം അല്ലാ. ഞങ്ങളുടെ പ്രവാസികളെ നീ സന്തോഷത്തിലാക്കണം അല്ലാ. മരണപ്പെട്ടവരുടെ ഖബർ നീ വെളിച്ചമാക്കുക അല്ലാ. അല്ലാഹുവേ ഈ പരിപാടി സ്ഥിരമായി കാണുന്നവർ, ഇപ്പോൾ ആമീൻ പറയുന്നവർ, അവരുടെ മനസ്സിൽ പല ജാതി ആവശ്യങ്ങളുണ്ട് റഹ്മാനെ, നീ അത് നിറവേറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ കുടുംബത്തിലും കുടുംബക്കാരിലും ഐശ്വര്യം നൽകുക അല്ലാ. വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ അടുപ്പിക്കുക അല്ലാ. കടബാധ്യതകൾ വീട്ടണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകുക അല്ലാ. ലോണിൽ കുടുങ്ങിയവർ, പലിശയിൽ ബന്ധപ്പെട്ടവർ, അല്ലാഹുവെ പുറത്തു കൊടുക്കണമല്ലാ. അതിൽ നിന്നും കരകയറ്റണേ അല്ലാ. വാഹനങ്ങളിൽ ബറക്കത്ത് നൽകുക അല്ലാ. ഭാര്യ മക്കളിൽ ബറക്കത്ത് നൽകുക അല്ലാ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിന്റെ പൊരുത്തം തരണം അല്ലാ. ഞങ്ങളുടെ അവസാനം നന്നായി മരിക്കാനുള്ള ഭാഗ്യം നൽകുക അല്ലാ. ഹജ്ജ് ഉംറ സിയാറയ്ക്കുള്ള മഹത്തായ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ ലോകത്തുള്ള മുഅ്മിനീങ്ങൾക്ക് നീ കരുണ ചെയ്യുക അല്ലാ. ലഹരി ഉപയോഗത്തിൽ, പരസ്ത്രീ ബന്ധത്തിൽ ഞങ്ങളോ മക്കളോ പെടല്ല റഹ്മാനെ, നീ കാക്കണേ അല്ലാ. കാക്കണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.